കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കേരളത്തിലും ഡോക്ടർമാർ സമരത്തിൽ. തിരുവനന്തപുരത്ത് PG ഡോക്ടർമാരും സീനിയർ റെസിഡന്റ് ഡോക്ടർമാരും സമരം നടത്തുന്നു. OPയും വാർഡ് ഡ്യൂട്ടിയും ബഹിഷ്കരിക്കുമെന്ന് യുവ ഡോക്ടർമാരുടെ സംഘടന അറിയിച്ചു. തത്സമയത്തിലേക്ക് പ്രജിത്ത് അവിടെ നിന്നും തത്സമയം തുടരുന്നുണ്ട്. പ്രജിത്ത്, ഇപ്പോൾ അവിടെ ശക്തമായ സമരപരിപാടികൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചാണ് ഡോക്ടർമാർ സമരം ചെയ്തത്. OP അടക്കം അവർ ബഹിഷ്കരിക്കുമെന്നാണല്ലേ പറയുന്നത്? സമാനമായ രീതിയിൽ സംസ്ഥാനത്തും വലിയ രീതിയിലുള്ള സമര പരമ്പരകൾക്കാണ് തുടക്കം ഇടുന്നത്. ഇപ്പോൾ ഇവിടെ സമരം ചെയ്യുന്നത് മെഡിക്കൽ കോളേജിലെ വിവിധ ഭാഗങ്ങളിലുള്ള PG ഡോക്ടർമാരും റെസിഡന്റ് ഡോക്ടർമാരും SIT പോലെയുള്ള സംവിധാനങ്ങളിലെ യുവ ഡോക്ടർമാർ, അവിടുത്തെ യുവ ടെക്നീഷ്യന്മാർ, അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ പ്രതിഷേധങ്ങൾ തുടരുന്നത്. KGMK പോലെയുള്ള റെസിഡന്റ് ഡോക്ടേഴ്സ് അസോസിയേഷൻ പോലെയുള്ള സംഘടനകൾ വലിയ പ്രതിഷേധം തന്നെ ഇവിടെ ഉയർത്തുന്നു എന്നുള്ളതാണ്. ഇത് വരും ദിവസങ്ങളിലും ഈ രീതിയിൽ തന്നെ സമരം തുടരും എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇവിടെ മെഡിക്കൽ കോളേജിലെ അടിയന്തര വിഭാഗം എടുത്തുള്ള OP ഒക്കെ ബഹിഷ്കരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധം തന്നെ. നൂറുകണക്കിന് വിദ്യാർത്ഥികളും PG ഡോക്ടർമാരുമെല്ലാം ഈ സമരത്തിൽ അണിനിരക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം കൃത്യമായ ഒരു നിയമനിർമ്മാണം അടക്കം അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർമാരുടെ ക്കെതിരെയുള്ള അതിക്രമങ്ങൾ അത് തടയാൻ ദേശീയ തലത്തിൽ തന്നെ ഒരു നിയമനിർമ്മാണമൊക്കെ അവർ ആവശ്യപ്പെടുന്നുണ്ട്. അടിയന്തരമായി ബംഗാളിലെ ഈ രീതിയിലുള്ള ഈ ക്രൂരമായ ബലാത്സംഗ കൊലപാതകത്തിൽ അതിൽ പ്രതികളായിട്ട് മുഴുവൻ ആൾക്കാരെയും പിടികൂടുകയും അവർക്ക് കൃത്യമായ ശിക്ഷ അത് അടിയന്തരമായി തന്നെ ഉറപ്പാക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉയർത്തിയാണ് ഇപ്പോൾ ഈ പ്രതിഷേധ സമരം ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നൂറുകണക്കിന് യുവ ഡോക്ടർമാർ ഈ സമരത്തിൽ ഇവിടെ അണിനിരക്കുന്നു. എങ്ങനെയാണ് രാജ്യവ്യാപകമായി ഈ ബംഗാളിലെ ഈ വിഷയത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത്, അതിന് സമാനമായ രീതിയിൽ കേരളത്തിലും പ്രതിഷേധം ഉയരുന്നു എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ. അത് കൂടുതൽ ഡോക്ടർമാർ ഡോക്ടർമാരെല്ലാം ഈ സമരത്തിൽ അണിനിരക്കുന്നുണ്ട്. കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. മെഡിക്കൽ കോളേജിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇതിലുണ്ട്. SIT നിന്നുള്ളവരുണ്ട്, ഡെന്റൽ വിഭാഗത്തിൽ നിന്നുള്ളവരുണ്ട്, മറ്റ് വിഭാഗങ്ങളിലും യുവ ഡോക്ടർമാരായിട്ടുള്ള ഹൗസ് സർജന്മാരായിട്ടുള്ള ആളുകൾ ഈ സമരത്തിൽ അണിനിരക്കുന്നുണ്ട് എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ. പ്രത്യേകിച്ച് OPയും വാർഡ് ഡ്യൂട്ടിയും അടക്കമുള്ളവ ബഹിഷ്കരിച്ചാണ് ഈ പ്രതിഷേധം ഇവിടെ മുന്നോട്ട് പോകുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ രീതിയിലുള്ള സമരമുണ്ട്. സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് നടപ്പിലാക്കുക, ഡോക്ടറുടെ കൊലപാതകത്തിൽ കുറ്റവാളികളായവർക്ക് കർശന ശിക്ഷ ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടാണ് ഈ രീതിയിൽ ഇവർ സമരം തുടരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ കേരളത്തിൽ ഡോക്ടർമാർക്കെതിരെയുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് വന്ദനാദാസിന്റെ കൊലപാതകത്തിന് ശേഷമൊക്കെ ആരോഗ്യ പ്രവർത്തകരുടെ സംരക്ഷണത്തിനായുള്ള നിയമങ്ങളൊക്കെ പാസ്സാക്കിയിരുന്നു. പക്ഷേ അതുപോലും പലപ്പോഴും പ്രായോഗികമായി നടപ്പിലാക്കാത്ത സാഹചര്യമൊക്കെ സംസ്ഥാനത്തുണ്ട്. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ രീതിയിലുള്ള ഒരു സമരമൊക്കെ ഇപ്പോൾ വിദ്യാർത്ഥികൾ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും ഈ സുരക്ഷാ ഓഡിറ്റ്, ആശുപത്രികളിലെ സുരക്ഷാ ഓഡിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുമെന്ന് സംസ്ഥാന സർക്കാരൊക്കെ പറയുന്നുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് കാര്യമായ നടപടികളൊക്കെ ഉണ്ടാകണം. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ ഘട്ടത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. രാജ്യവ്യാപകമായി ഉണ്ടാകുന്ന ഒരു പ്രതിഷേധം. ബംഗാളിലെ നിലവിലത്തെ സർക്കാരിൻ്റെ ഭരണത്തിന് കീഴിലുണ്ടാകുന്ന ഡോക്ടർമാർക്കെതിരെ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർക്കെതിരെയൊക്കെ ഉണ്ടായിട്ടുള്ള ഈ അതിക്രമത്തിൽ അത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പലയിടങ്ങളിലും സർക്കാർ ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അതിക്രമങ്ങളൊക്കെ ബംഗാളിൽ വർദ്ധിക്കുന്നത് നടക്കുമുള്ള ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഇത്തരമൊരു സംഭവം, അതിദാരുണമായ സംഭവം ഉണ്ടായത്. പിന്നീടാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. നാളെ IMAയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമുണ്ട്. അതും രാജ്യവ്യാപകമായി തന്നെ സംഘടിപ്പിക്കാനുള്ളതാണ്. കൂടുതൽ ദിവസങ്ങളിലും പ്രത്യേകിച്ച് നടപടികൾ വൈകുന്നതനുസരിച്ച് പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്നുള്ളതാണ് ഈ വിദ്യാർത്ഥികളെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. കൃത്യമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇതിൻ്റെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളടക്കമുള്ളവർ അല്പം മുൻപ് മാധ്യമങ്ങളോടൊക്കെ സംസാരിച്ചിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ KGMCK പോലെയുള്ള സംഘടനകളും വിദ്യാർത്ഥികളുടെ ഈ പ്രതിഷേധത്തിന് ശക്തമായ പിന്തുണയുമായി രംഗത്ത് വരുന്നുണ്ട്.
അത് എന്തായാലും വരും ദിവസങ്ങളിലും സമരം തുടർന്നു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് ഡോക്ടർമാരുടെ സുരക്ഷ ഒരുക്കാൻ, ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഒരുക്കാൻ, അല്ലെങ്കിൽ ആ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആൾക്കാരും നേരിടുന്ന ഒരു പ്രതിസന്ധി, അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ സംരക്ഷിച്ചു നിർത്താനുള്ള നിയമനിർമ്മാണത്തിൻ്റെയൊക്കെ അനിവാര്യതയൊക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് അവർ ഇപ്പോഴും ഈ സമരം തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധമുള്ളത്. പക്ഷേ എല്ലാ ജൂനിയർ ഡോക്ടർമാരും, കേരളത്തിലെ മുഴുവൻ ജൂനിയർ ഡോക്ടർമാരും സമരത്തിന് ഇറങ്ങുകയാണ് ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ് ഈ സംഘടനയുടെ നേതാക്കൾ പ്രധാനമായും പറയുന്ന ഒരു കാര്യം. അത്തരത്തിലൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം എങ്ങനെയാണ് നിർഭയ കേസിലൊക്കെ രാജ്യവ്യാപകമായ മൂവ്മെൻറ്റുകൾ ഉണ്ടായത്, അതുപോലെ ഒരു നിർഭയ 2.0 എന്ന രീതിയിലുള്ള സംഭവമായി തന്നെ ഇതിനെ കാണണം എന്നുള്ളതാണ് ഈ ഇവരുടെയൊക്കെ പ്ലക്കാർഡുകളിലുമൊക്കെ കാണുന്ന മുദ്രാവാക്യം. നീതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരങ്ങൾ വരും ദിവസങ്ങളിലും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തുടരുമെന്ന് തന്നെയാണ് ഈ സംഘടനാ നേതാക്കൾ പറയുന്നത്. പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. കാരണം നാളെ IMA അടക്കമുള്ള സംഘടനകളുടെ പ്രതിഷേധവും നാളെ ഉണ്ടാകുമ്പോൾ അതിലും വിദ്യാർത്ഥികളും രാഷ്ട്രീയ മറ്റ് സംവിധാനങ്ങളുമൊക്കെയാണ് നിരക്കും. ഇപ്പോൾ കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ വിവിധ വിഭാഗങ്ങളിലെ ആളുകളൊക്കെ ഈ സമരത്തിൽ അണിനിരക്കുന്നുണ്ട്. എന്തായാലും ഈ വിദ്യാർത്ഥി ഇവിടുത്തെ ഡോക്ടർമാരുടെ സംഘടനയുടെ നേതാവ് നമ്മുടെ ഒപ്പമുണ്ട്. ഉണ്ണി, ഏത് രീതിയിലാണ് ഈ സമരം തുടരാൻ? ഈ സമരത്തിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം മാത്രമാണ് ഇനിയൊരു ബാക്കി എങ്ങനെയാണ് ഈ സമരത്തിന്റെ പുരോഗതി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. സ്ഥിതിഗതികൾ വിലയിരുത്തി ഗ്രൗണ്ട് ലെവലിൽ എന്താണ് നടക്കുന്നത് എന്നറിഞ്ഞ ശേഷം ഫർദർ സ്ട്രൈക്കുമായി മുന്നോട്ട് പോകണോ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഉച്ചയ്ക്ക് ശേഷം മാത്രമേ ഞങ്ങൾ തീരുമാനിക്കുകയുള്ളൂ. എല്ലാ മാധ്യമങ്ങളെയും അറിയിക്കുന്നതായിരിക്കും. നിയമനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾ ആവശ്യപ്പെടുന്നു? കേട്ടില്ല. ഡോക്ടർമാരുടെ ആരോഗ്യ പ്രവർത്തകരുടെയും സംരക്ഷണത്തിന് ദേശീയ തലത്തിലൊരു നിയമനിർമ്മാണം നിങ്ങൾ ആവശ്യപ്പെടുന്നു? ദേശീയ തലത്തിലൊരു നിയമനിർമ്മാണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഒരു സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് 2019 നിലവിൽ വന്ന ഒരു 2019 ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ട ഒരു ബില്ല് കൃത്യമായി ഇതുവരെയും നടപ്പിലായിട്ടില്ല. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. ലോക്സഭയിൽ കൃത്യമായി പാസ്സാക്കേണ്ടത് ഇവിടുത്തെ ഓരോ സാധാരണക്കാരൻ്റെയും ആവശ്യമാണ് ഡോക്ടർമാരുടെ സംരക്ഷണം എന്ന് പറയുന്നത്. അതെല്ലാവരെയും ബോധ്യവാന്മാരാക്കുക എന്നുള്ളതാണ് ഈ ഒരു സമരത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഈ വന്ദനാദാസിന് ശേഷം കേരളത്തിൽ പാസ്സായ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമമുണ്ട്. ആ നിയമത്തിന്റെ ഒരു പ്രാബല്യം വന്നതിന് ശേഷവും അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നത് ആവർത്തിച്ച ഒരു സാഹചര്യമുണ്ട്. എറണാകുളത്തൊക്കെ ഡോക്ടറൊക്കെ ആക്രമിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ അത് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും നാൾ ഇവിടെ കേരളത്തിൽ നടക്കുന്ന ഇമ്പ്രൂവ്മെന്റുകൾ നമ്മൾ അംഗീകരിക്കാതിരിക്കുന്നില്ല. കൃത്യമായി ഇമ്പ്രൂവ്മെന്റുകൾ നടക്കുന്നുണ്ട്, അത് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. എന്നാലും ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ വീണ്ടും നടക്കുന്നുണ്ട്. അതിനാണ് നമ്മൾ കേന്ദ്ര തലത്തിൽ ഒരു കൃത്യമായ നിയമനിർമ്മാണം ആവശ്യമാണ് എന്ന് ആവശ്യപ്പെടുന്നത്. അതിനു വേണ്ടിയിട്ട് ശക്തമായി പോരാടുക തന്നെ ചെയ്യും. നിലവിൽ കേരളത്തിൽ പാസാക്കിയ ആരോഗ്യ പ്രവർത്തകരുടെ സംരക്ഷണത്തിലുള്ള നിയമം അത് കൂടുതൽ ശക്തമായി നടപ്പിലാക്കുക, ഒപ്പം ദേശീയ തലത്തിലൊരു നിയമ നിർമ്മാണവും ഉണ്ടാകുക എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ സംഘടന അല്ലെങ്കിൽ യുവ ഡോക്ടർമാരുടെ അവരുടെ ആവശ്യം. കാരണം തിരുവനന്തപുരത്ത് മാത്രമല്ല രാജ്യമെമ്പാടും പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ്. ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് OP അടക്കം ബഹിഷ്കരിച്ചുകൊണ്ടാണ് അവർ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുന്നത് എന്നത് ആശങ്കാജനകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഉടൻ പശ്ചിമ ബംഗാൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായും ഇത്തരം സംഭവങ്ങൾ അരങ്ങേറാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണിച്ചു തന്നെയാണ് അവർ ഇത്തരം പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുന്നത്.